നമസ്കാരം. ദ പ്രസ്സിലേക്ക് സ്വാഗതം. മാതൃഭൂമി ദിനപത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത്. മാതൃഭൂമി അതിൻ്റെ ഒന്നാമത്തെ പേജിൽ നിരവധിയായിട്ടുള്ള വാർത്തകളുണ്ട്. 10ഓളം വാർത്തകളാണ് ഒന്നാമത്തെ പേജിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. അന്വേഷണ സംഘത്തിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള അനുമതിയും കോടതി ഇന്നലെ നൽകുന്ന സാഹചര്യമുണ്ടായി. അതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് അന്വേഷണത്തിൻ്റെ മെല്ലെപ്പോക്ക് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ഒപ്പം തന്നെ അംഗങ്ങളുടെ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളുടെ കുറവാണ് ഇത്തരത്തിൽ ഈ അന്വേഷണം അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഹൈക്കോടതി ആ ഒരു നിലപാട് വ്യക്തമാക്കിയത്. വാർത്തയിലേക്ക് പോയെന്നാൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. അന്വേഷണത്തിലെ വ്യാപ്തി കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനും അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നുള്ളൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. അതും ഈ വാർത്തയോടൊപ്പം തന്നെ പ്രത്യേകമായി തന്നെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി. സന്നിധാനത്തു നിന്നും ശേഖരിച്ച യഥാർത്ഥ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധനാ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ലഭിച്ചാലേ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് അത് നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി പറഞ്ഞു. വിക്രം സാരാഭായി സ്പേസ് സെന്ററിലാണ് പരിശോധന നടക്കുന്നത്. സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ നിന്നൊക്കെയാണ് നീക്കിയതെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ നിരീക്ഷണത്തിലുണ്ട്. കോടതി ആ കാര്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് നേരായ വഴിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടി കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും സുപ്രീം കോടതിയിലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഉണ്ടായിരുന്നു. അതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്ന സാഹചര്യമുണ്ടായി. സ്വർണ്ണപ്പാളി കേസിൽ, അതായത് ഈ സ്വർണ്ണപ്പാളി കേസിൽ തനിക്കെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിൻ്റെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു ഇന്നലെ എന്നുള്ളതാണ്. അതിനുശേഷം കോടതി ഒരു തരത്തിലും അതിനെ അനുകൂലിക്കുന്ന നിലപാടല്ല, അത് അനുവദിക്കില്ല എന്നുള്ള കാര്യം കോടതി അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. തുടർന്ന് ഈ ഹർജി അദ്ദേഹം പിൻവലിക്കുക കൂടിയാണ് ചെയ്തത്. ആ കാര്യവും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് വളരെ വേഗം തന്നെ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേതൃത്വ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വയനാട്ടിൽ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാമത്തെ പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഭരണം പിടിക്കാൻ ബദൽ വഴി എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെ എല്ലാ മേഖലകളിലും ബദൽ പദ്ധതി രൂപീകരിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര ഫെബ്രുവരി 6-ന് തുടങ്ങും എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയ ജാഥകളുടെ ഒരു കാലം കൂടിയാണ് വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയം ആകുമ്പോഴാണ് ഇത്തരത്തിൽ ജാഥകളൊക്കെ തന്നെ ഉണ്ടാവുക. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ബദൽ നയവും ചർച്ചയാക്കാൻ കോൺഗ്രസ് എന്നുള്ളതാണ് അവരുടെ നേതൃയോഗത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉപയോഗപ്പെടുത്തി മാത്രമേ അധികാരത്തിൽ ഇരിക്കുന്ന രീതിക്ക് പകരം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ബദൽ പദ്ധതിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കർമ്മ പദ്ധതി രൂപീകരിക്കാൻ സംഘടിപ്പിച്ച ലക്ഷ്യ 2026 ലീഡേഴ്സ് സമ്മിറ്റിൽ അതിനുള്ള പ്രാഥമിക രൂപം ആവുകയും ചെയ്തിട്ടുള്ളൂ. തൊഴിൽ തേടി യുവാക്കൾ വിദേശത്തേക്ക് ചേക്കേറുന്നതിന് പകരം ഇവിടെ തൊഴിൽ സാഹചര്യം ഒരുക്കാൻ ഉള്ള നടപടികൾ ഉണ്ടാവുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തൊഴിൽ രംഗങ്ങളുമായി കോർത്തിണക്കുക, ആരോഗ്യരംഗം, മനുഷ്യ വന്യജീവി സംഘർഷം, കാർഷിക തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി ബദൽ നയം രൂപീകരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ സമ്മിറ്റിൽ ഉണ്ടായിരുന്നത്. അതാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഈ SIR-മായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. SIR-ൽ ആരും ഒഴിവാകാതിരിക്കാൻ നടപടികളുമായി കേരളം എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി. രേഖകൾ സൗജന്യമായി നൽകാൻ സർക്കാർ.
SIRന്റെ ഭാഗമായി അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മതിയായ രേഖകൾ സർക്കാർ സൗജന്യമായി ലഭ്യമാക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികളെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾക്ക് എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ ഇക്കാലയളവിൽ അത് ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അക്ഷയയിൽ ഫീസ് ഇളവ് ഉണ്ടാകും എന്നുള്ള കാര്യവും അതിൽ പ്രധാനമായും തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആവശ്യമായിടത്ത് ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കണം. BLOമാർ ഇല്ലാത്ത പോളിംഗ് സ്റ്റേഷനുകളിൽ 2 ദിവസത്തിനുള്ളിൽ നിയമനം നടത്തണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റാണ് അതുമായി ബന്ധപ്പെട്ട നടപടിയെടുത്തത്. ആ വാർത്തയും ഒരു ചെറിയ കോളം വാർത്തയായി നൽകിയിട്ടുണ്ട് മാതൃഭൂമി. തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടി എന്ന കേസിൽ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രി ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്നും അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വിജയിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ ജനുവരി 3 മുതൽ MLA സ്ഥാനത്ത് ഒഴിവ് വന്നതായി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. ശിക്ഷാവിധി മേൽക്കോടതി സ്റ്റേ ചെയ്താൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ. പക്ഷേ ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയല്ല, അയാൾ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞെങ്കിൽ മാത്രമേ ആ നിലയ്ക്കുള്ള ഒരു നടപടിയിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രാമസഭയിൽ പങ്കെടുക്കാം ഓൺലൈനായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ വേഗത്തിലാക്കാൻ കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ K-സ്മാർട്ടിൽ ഗ്രാമസഭാ യോഗങ്ങളും ഉൾപ്പെടുത്തും. ഗ്രാമസഭാ യോഗങ്ങളിൽ വാർഡുകളിൽ നിന്നുള്ളവർ നേരിട്ട് പങ്കെടുക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ അതിനാൽ K-സ്മാർട്ട് വഴി ഓൺലൈനായി പങ്കെടുക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരാനാണ് ശ്രമം. അല്ലെങ്കിൽ സർക്കാർ പ്രത്യേക ഉത്തരവിറക്കും. വാർഡിലില്ലാത്തവർക്ക് എവിടെ നിന്നും പങ്കെടുക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. പുതിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയും വരുന്നു. ഗ്രാമസഭയിൽ നേരത്തെ നിയമം അനുസരിച്ച് ഗ്രാമസഭയിൽ നേരിട്ട് ആളുകൾ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അത് ഇത്തരത്തിൽ ഓൺലൈനിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായി ആ നിയമത്തിലും ഭേദഗതി വരുത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതിനുള്ള നടപടികളൊക്കെ തന്നെയും വളരെ വേഗത്തിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം സുപ്രീം കോടതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വലിയ വാർത്തയായി തന്നെ വന്നിരുന്നു. മാതൃഭൂമി അതൊരു ഒന്നാമത്തെ പേജിൽ ഒരു കോളം വാർത്തയായി അത് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 27-ാം തീയതി ബാങ്കുകൾ അവധിയായിരിക്കും എന്നുള്ളതാണ്. സമര പ്രതിഷേധം അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ആഴ്ചയിലെ പ്രവൃത്തി ദിവസം 5 ആക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 27-ന് പണിമുടക്കുമെന്ന് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരുടെ സംഘടന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു മുൻകരുതൽ എന്തായാലും ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ വെക്കണം എന്നുള്ളത് കൂടി അതോടൊപ്പം തന്നെ ചേർത്ത് പറയുകയാണ്. ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ ഇനിയും കൂട്ടും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് ഈ വെനസ്വേലയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു അധിനിവേശം, അതിന് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ പല രീതിയിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യ പക്ഷേ വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തെ അപലപിച്ചു. പക്ഷേ ട്രംപ് കാണിച്ചത് മോശമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തഴുകിത്തലോടി ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യം, അതിൻ്റെ ആവശ്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ആ പ്രതികരണം അത്രമാത്രം പോരായിരുന്നു തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ ഇനിയും കൂട്ടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. എണ്ണയുടെ പേരിലുള്ള 25% കിഴിച്ച പിഴച്ചുങ്കം ഉൾപ്പെടെ 50% ഇന്ത്യക്ക് ഇപ്പോഴുള്ള ഇറക്കുമതി തീരുവ. മോദി നല്ല മനുഷ്യനാണ്, ഞാൻ ഒട്ടും സന്തുഷ്ടനല്ലെന്നും എന്നെ സന്തോഷമാക്കാനാക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹത്തിന് അറിയാം. റഷ്യയുമായി വ്യാപാരം തുറന്നാൽ അവർക്കുള്ള തീരുവ ഞാൻ അതിവേഗം കൂട്ടും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള മറുപടിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.
വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡൽഹി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പുതുതായി അവതരിപ്പിക്കുന്നത് പഴയ വാഹനങ്ങൾ EV-കൾ ആക്കാം, ഇലക്ട്രോണിക് വാഹനങ്ങളാക്കാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണം വെല്ലുവിളിയാകുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കാൻ പുതിയ വഴി തേടുകയാണ് ഡൽഹി സർക്കാർ. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ എൻജിൻ വൈദ്യുതി എൻജിനുകളാക്കാനുള്ള ഇൻസെന്റീവ് നൽകുന്ന പദ്ധതി സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാതൃഭൂമി വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻഡോറിലെ മലിനജല ദുരന്തം, അതിൽ 38 പേർക്ക് കൂടി അതിൽ രോഗബാധയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മാതൃഭൂമി നൽകുന്ന മറ്റൊരു വാർത്ത. വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. 10ഓളം ആളുകൾ അവിടെ മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതും ആണ് പൊതുവിൽ അറിയപ്പെടുന്നത്. പക്ഷേ 17 പേരുടെ മരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്. എന്തായാലും 38 പേർക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് അവർ ചികിത്സ തേടേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ 110 പേർ വിവിധ ആശുപത്രികളിൽ ഇത്തരത്തിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് എന്നുള്ളതാണ് വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉൾപേജുകളിലേക്ക് വന്നാൽ ശൈത്യകാലാവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്ന ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ വീണ്ടും സജീവമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് പരീക്ഷാക്കാലം കൂടിയാണ്. എന്തായാലും 11 ലക്ഷം വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. മാർച്ച് 2ാം പാദത്തിൽ 70 പ്രവൃത്തി ദിവസങ്ങളാണുള്ളത്. മാർച്ച് 4 മുതൽ 13 വരെ 2ാം പാദ പരീക്ഷ നടക്കും എന്നുള്ളതാണ് ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്കൂൾ ബസ്സുകൾ ഇപ്പോൾ സജീവമായി തന്നെ, സ്കൂളുകൾ തുറന്നതോടുകൂടി തന്നെ സ്കൂൾ ബസ്സുകൾ നിരത്തുകളിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ അവയ്ക്കുള്ള യാത്രാ സൗകര്യം കൃത്യമായി ഒരുക്കണം. അതിന് അവരുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്കൂൾ ബസ്സിൻ്റെ സ്റ്റോപ്പ് ചിഹ്നം അവഗണിച്ചാൽ 1000 ദിർഹം വരെ പിഴ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂൾ ബസ് നിർത്തി കുട്ടികൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും ആ സമയത്ത് സ്കൂൾ ബസ് സ്റ്റോപ്പ് ചിഹ്നം അവിടെ ഉണ്ടാകും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഗണന മറ്റ് വാഹന ഡ്രൈവർമാർ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ബസ് പോയതിന് ശേഷം മാത്രമേ ആ സമയത്ത് വാഹനം ഓടിക്കാൻ പാടുള്ളൂ തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഭരത് മുരളി നാടകോത്സവം അബുദാബിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നാടകക്കാലം തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് അതിൽ ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. 11 നാടകങ്ങൾ ഈ നാടകോത്സവത്തിൽ അരങ്ങിലെത്തും എന്നുള്ളതാണ്. ആട്ടം എന്ന നാടകത്തിൻ്റെ ഒരു ദൃശ്യം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ദീർഘദൂര യാത്രകളിൽ സുരക്ഷ മുഖ്യമാണ്, അതുകൊണ്ട് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബുദാബി പോലീസ് എന്നുള്ളതാണ് ഒരു വാർത്ത. ഒപ്പം ഗ്ലോബൽ വില്ലേജിൽ ദ വണ്ടേഴ്സ് കിഡ്സ് ഫെസ്റ്റ് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ വാർത്തയും പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. റുവായ യാർഡ് പദ്ധതിക്ക് ദുബായിൽ തുടക്കം. 335 പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി നൽകിയിരിക്കുന്നത്. അൽത്തല്ല റോഡ് വികസനം, യാത്രാസമയം 60% കുറയും എന്നുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ 5 ലക്ഷം വരെ പിഴയും ജയിൽ ശിക്ഷയും എന്നുള്ളത് ഒരു തലക്കെട്ടാണ്. ഒപ്പം തന്നെ മലയാളി യുവതിയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തു, കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ UAE നിയമം ശക്തമാക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങൾ വ്യക്തിഹത്യ, ഭീഷണി, പോർവിളി നടത്തുന്നവരെല്ലാം തന്നെ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇത്തരം സൈബർ കുറ്റങ്ങൾ ചെയ്താൽ 1.5 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കുമെന്ന് രാജ്യത്തെ നിയമം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിയമം പാലിക്കണം, ബോധവൽക്കരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്. കണ്ണൂർ സ്വദേശി ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. അതിൻ്റെ വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. UAE സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറായ മലയാളി യുവതിയുടെ ചിത്രങ്ങൾ അശ്ലീല പരാമർശത്തോടെ പ്രചരിപ്പിച്ചതിന് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ അജ്മാൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ
ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ആ കേസിൽ കണ്ടെത്തിയിരിക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് 30,000 ദർഹം നഷ്ടപരിഹാരം അബുദാബി കോടതി ഇന്നലെ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ തീപിടുത്തത്തിലെ താക്കീത് എന്നുള്ളതാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയും അതിൽ ഏതാണ്ട് 300ഓളം വരുന്ന ബൈക്കുകളാണ് പാർക്ക് ചെയ്തിരുന്നത്. 100-ലധികം വരുന്ന ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ബൈക്കുകൾക്ക് അത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഫീസ് വാങ്ങി പാർക്കിംഗ് സംവിധാനം അവിടെ ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ് ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെ. ഈ പരിശോധനയിൽ, പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു എഡിറ്റോറിയൽ മാതൃഭൂമി തയ്യാറാക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളുടെ പാർക്കിംഗ് സ്ഥലത്ത് വൃത്തി, വെളിച്ചം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് മാതൃഭൂമി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി CPM ജയിച്ചാൽ മതി മാനദണ്ഡം മാറ്റുന്നു എന്നുള്ളതാണ് തലക്കെട്ട്. അതിൽ 2 വർഷം എന്നുള്ള നിബന്ധന, 2 വർഷം മത്സരിച്ചവർക്ക് വീണ്ടും മത്സരത്തിന് അനുമതി ഉണ്ടാകില്ല എന്നുള്ള തീരുമാനം അത് പരിശോധിക്കുകയാണ് CPM. അതിൽ എങ്ങനെയും 3-ാം ടൈം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2 ടൈം കഴിഞ്ഞവരെ മത്സരിപ്പിക്കും, ഒറ്റത്തവണ മാത്രമായ ചിലരെയും മാറ്റി നിർത്തും എന്നുള്ളൊരു കാര്യം കൂടി അതിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കണ്ണൂരിൽ കളം നിറയാൻ കരുത്തരെത്തും എന്നുള്ളതാണ് മറ്റൊരു തലക്കെട്ട് വാർത്ത എന്ന് പറയുന്നത്. കണ്ണൂരിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണയും ധർമ്മടത്ത് മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ് മാതൃഭൂമി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. അങ്ങനെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPC അധ്യക്ഷനായതിനു ശേഷം ആദ്യമായി വരുന്ന തെരഞ്ഞെടുപ്പാണ് എന്നതും ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും വിസ്മയങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് VD സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സതീശൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. LDF-ൽ നിന്നും NDA-ൽ നിന്നും പലരും UDF-ലേക്ക് എത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ 2-ാം വാരത്തോടുകൂടി ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. അടുത്ത മാസം കമ്മീഷൻ എത്തും എന്നുള്ളതും അതോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭ പിടിച്ചതിന് ശേഷം അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. അത് R ശ്രീലേഖയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുള്ള പല നടപടികളും പ്രതികരണങ്ങളും ഒക്കെ തന്നെയാണ് ഈ 7-8 ദിവസം കൊണ്ട് BJP-ക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശ്രീലേഖ തൻ്റെ അതൃപ്തി അറിയിച്ച് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പ്രതികരണം, അതൊരു ഓൺലൈൻ ചാനൽ നടത്തിയ പ്രതികരണമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ അത് വാർത്തയാക്കുകയും ഇന്നലെ ഒരു പരിധിവരെ വാർത്താ സമയത്തിൻ്റെ സിംഹഭാഗവും ആ ഒരു വാർത്ത കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് തന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള കാര്യമാണ്. വട്ടിയൂർക്കാവിലെ കേവലം ഒരു അംഗമായി തന്നെ തുടരുക എന്നുള്ളതല്ല, മറിച്ച് മേയർ സ്ഥാനാർത്ഥിയാക്കാം, മേയറായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തനിക്ക് വാഗ്ദാനം നൽകിയ ശേഷമാണ് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഈ വിളിച്ചു വരുത്തിയത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം അവസാനമായപ്പോൾ ഇവരെല്ലാവരും തന്നെ നേതൃത്വം കാലുമാറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞു. വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള മറുപടികളൊക്കെ തന്നെയും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും അതിനുശേഷം നേതൃത്വം ഇടപെടലുണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ല എന്ന് അസന്നിഗ്ധമായി അവർ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന 5 വർഷം BJP ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെയും നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കായികം പേജിലേക്ക് വന്നാൽ ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് പുരോഗമിക്കുകയാണ്. ടെസ്റ്റ് സെഞ്ചുറികളിൽ ഇന്നലെ റൂട്ട് സെഞ്ചുറി അടിച്ചിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു നാഴികക്കല്ല് കൂടി അദ്ദേഹം പിന്നിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സെഞ്ചുറികളുടെ എണ്ണത്തിൽ അദ്ദേഹം
റിക്കി പോണ്ടിങ്ങിന് ഒപ്പം എത്തുന്ന സാഹചര്യമുണ്ടായി. ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ളത് ജാക്ക് കാലിസും സച്ചിൻ ടെണ്ടുൽക്കറും മാത്രമാണ് എന്നുള്ളതാണ്. 41 സെഞ്ചുറികളാണ് ജോ റൂട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. റിക്കി പോണ്ടിങ്ങിനും 41 സെഞ്ചുറികൾ, ടെസ്റ്റ് സെഞ്ചുറികളുണ്ട്. ജാക്ക് കാലിസിന് 45 സെഞ്ചുറികളും സച്ചിൻ ടെണ്ടുൽക്കർക്ക് 51 സെഞ്ചുറികളുമാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ആ ഒരു റൂട്ടിൽ തന്നെയാണ് എന്നത് വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. 384 റൺസിന് ഇംഗ്ലണ്ട് പുറത്താവുകയും ചെയ്തു. ഇന്നലെ 166-2 എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുക കൂടിയാണ്. 19 പന്തിൽ 50 സൂര്യവംശിയുടെ വെടിക്കെട്ട് ഇന്ത്യക്ക് ജയം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ വെടിക്കെട്ട് ഇന്നിംഗ്സുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ വൈഭവ് സൂര്യവംശി എന്നുള്ളതാണ്. 19 പന്തിൽ അർദ്ധശതകം കുറിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ 24 പന്തിൽ 68 റൺസ് നേടുകയും ചെയ്തു. ഇതിൽ 10 സിക്സും ഒരു 4ഉം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തട്ടിമുളപ്പൻ ഇന്നിങ്സ് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്നത് തന്നെയായിരുന്നു ആ ഒരു മാച്ച് എന്ന് പറയുന്നത്. മഡുറോയുടെ മോചനത്തിന് വെനസ്വേലൻ കമ്മീഷൻ, ഒപ്പം തന്നെ US സൈനിക നടപടിയിൽ 32 ക്യൂബൻ പട്ടാളക്കാർ മരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിദേശം വാർത്തകളിൽ നൽകിയിട്ടുണ്ട്. ഭീഷണി തള്ളി കൊളംബിയയെയും ഇന്നലെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ്. അടുത്തത് നിങ്ങളാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കൊളംബിയ മാത്രമല്ല മറ്റ് നിരവധി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും തൻ്റെ നിലപാട് ഇത് തന്നെയായിരിക്കും, അടുത്തതൊക്കെ നിങ്ങൾക്കൊക്കെയും വെനസ്വേലയുടെ വിധിയാണ് വരാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. പക്ഷേ അതിനൊന്നും തന്നെ വകവെക്കുന്നില്ല കൊളംബിയ എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ കളിമുറ്റമല്ല എന്നായിരുന്നു ക്യൂബ വ്യക്തമാക്കിയത്. ജനം തെരുവിലിറങ്ങണം എന്നുള്ളതാണ് മഡുറോയുടെ മകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാനിക്കണമെന്ന് UN പറഞ്ഞിട്ടുണ്ട്. UN എൻ്റെ പറച്ചിലിന് എത്രമാത്രം ശക്തിയുണ്ട്, ആ ശബ്ദത്തിന് എത്രമാത്രം ഗാംഭീര്യമുണ്ട് എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇങ്ങനെ UN ആ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമം ദിനപത്രത്തിലെ വാർത്തകളിലേക്ക് പോയെന്നാൽ മാധ്യമം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്നിട്ടുള്ള ആ ഒരു പ്രതിഷേധം, അതിനെതിരെ ആ ഘട്ടത്തിൽ കലാപഗൂഢാലോചന നടത്തി എന്ന് ആരോപിച്ച് ജയിലിലായിട്ടുള്ള ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം തുടങ്ങിയിട്ടുള്ളവർക്ക് ഇനിയും ജാമ്യം ലഭിച്ചിട്ടില്ല. സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വാർത്തയും അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായി മാധ്യമം നൽകിയിട്ടുണ്ട്. SITക്ക് 6 ആഴ്ച കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. ഒരു സ്വാധീനത്തിനും വഴങ്ങരുത് എന്നുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വ ക്യാമ്പ് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്. 100 സീറ്റ് എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്, 90 ഉറപ്പാണ് എന്നുള്ളതാണ് പ്രധാനം അതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. 100 സീറ്റിന് കർമ്മ പദ്ധതി, സർക്കാരിനെതിരെ തുടർ സമരങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനകലുവിൻ്റെ സേവനം തേടും എന്നുള്ളതും വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട്. അബുദാബിയിൽ വാഹനാപകടം ഉണ്ടായ വാർത്ത നമ്മൾ ഇന്നലെ വളരെ വേദനയോടുകൂടി തന്നെ നമ്മളെല്ലാവരും പങ്കുവച്ചൊരു കാര്യമാണ്. അതിൽ മരണം 5 എന്നുള്ളതാണ്. ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരനാണ് മരിച്ചത്. അസാം എന്നുള്ളതാണ് ആ കുഞ്ഞിൻ്റെ പേര്. ആന്റണി രാജു അയോഗ്യനായിട്ടുള്ള കാര്യം, അതിൻ്റെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ വിജ്ഞാപനം, ആ വാർത്തയും ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ISRൽ സജീവമായി ഇടപെടുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നു. അതൊരു വലിയ വാർത്തയായി തന്നെ ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട് മാധ്യമം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണപ്പാട് ഫൗണ്ടേഷനെയും ഉന്നമിട്ട് സർക്കാർ എന്നുള്ള തലക്കെട്ടിലൊരു വാർത്തയുണ്ട്. CBI അന്വേഷണത്തിന് വിജിലൻസിന് ശുപാർശ എഴുതി വാങ്ങിയിട്ടുണ്ട്. വിജിലൻസിൽ നിന്നും ശുപാർശ സർക്കാർ എഴുതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മുസഫയിൽ 12 മുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കും. മണിക്കൂറിന് 2 ദിർഹമാണ് പാർക്കിംഗ് ഫീസ് എന്നുള്ളതാണ് ഒരു വാർത്ത, പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അജ്മാൻ അറേബ്യൻ കുതിര പ്രദർശനം സമാപിച്ചു എന്നുള്ള വാർത്ത. ഒപ്പം തന്നെ അജ്മാനിൽ പുതിയ 2 പാലങ്ങൾ കൂടി തുറന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും. പിന്നെ ഒപ്പം തന്നെ സ്കൂളുകൾ തുറന്നിരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട വാർത്തയാണ്. ദുബായിൽ കാരവാനുകൾക്കും ട്രെയിലറുകൾക്കും പ്രത്യേക പാർക്കിംഗ് സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. റാസൽ ഖൈമയിൽ തടവുകാർക്ക് പുതിയ പുനരധിവാസ സംരംഭം
അവിവാഹിതർക്ക് പങ്കാളികളെ സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള സഹായങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും എന്നുള്ളതും അത് വാർത്തയിൽ നൽകിയിട്ടുണ്ട്. എഡിറ്റോറിയലിൽ UAPA വെറുമൊരു നിയമമല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാധ്യമരുടെ എഡിറ്റോറിയൽ നീതിന്യായത്തിൻ്റെ സാധാരണ യുക്തികൾ ബാധകമാകാത്ത വകുപ്പാണ് UAPA എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം. നൂറൂട്ട് എന്നുള്ളതാണ് ജോ റൂട്ടിൻ്റെ സെഞ്ചുറിയെ മാധ്യമം അവരുടെ കായിക പേജിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജോ റൂട്ടിന് ടെസ്റ്റ് കരിയറിലെ 41ാം സെഞ്ചുറി. ആഷസ് 5ാം ടെസ്റ്റ് ഇംഗ്ലണ്ട് 384 പുറത്തായി എന്നുള്ള കാര്യമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും മനോഹരം ആയിട്ട് സ്പോർട്സ് പേജും അതിൻ്റെ ഹെഡിങ്ങുകളും നൽകുന്നതിൽ മാധ്യമം കാണിക്കുന്നൊരു ശ്രദ്ധ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്നത്തെ പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.